മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും നമ്മൾ കേൾക്കാറുള്ളത് ഭാരതീയ പൈതൃകത്തിലെ വിവിധ വിഷയങ്ങൾ 21ാം നൂറ്റാണ്ടിൽ മറ്റ് രാജ്യങ്ങൾ അഥവാ ചിന്തകര്, പണ്ഡിതര്, ശാസ്ത്രജ്ഞന്മാർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ നാടിൻ്റെ പൂർവകാല വൈഭവത്തിൽ എല്ലാ വിധത്തിലുള്ള അറിവുകളും ഉണ്ടായിരുന്നു. ആ അറിവുകളെ കുറിച്ച് നമ്മൾ പലരും അജ്ഞരാണ്, നമുക്കറിഞ്ഞുകൊള്ളാം. പക്ഷെ നമ്മളുടെ അറിവുകളെ കുറിച്ച് ഏറ്റവും അധികം ഇന്ന് ഈ കാലഘട്ടത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് വിദേശികളാണ്. അടുത്ത കാലത്ത് ഒരു ആയുർവേദവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ പങ്കെടുക്കേണ്ടായി. ആ സെമിനാർ കഴിഞ്ഞ് ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ റിസർച്ച് പേപ്പർ അവതരിപ്പിച്ച് സ്റ്റേജിൽ നിന്ന് താഴെ വന്ന ഞങ്ങൾ തമ്മിൽ കുറേ നേരം സംസാരിച്ചു. അപ്പം അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു അനുഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു, പണ്ടെങ്ങാണ്ടോ വന്ന ഒരു തമിഴ് ബ്രാഹ്മണന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് കുറേ നേരം സംസാരിച്ചു. ഏതാണ്ട് ഒരു 5 മിനിറ്റ് ചെലവഴിക്കാൻ വേണ്ടി വന്ന ആള് 2-3 മണിക്കൂർ ചെലവഴിച്ചതിന് ശേഷം ഇപ്പോൾ മണി 1-1:15 ഉച്ചയ്ക്ക്. എന്നിട്ട് ഇദ്ദേഹം ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇയാൾ പറഞ്ഞു അത്രേ, ഇവിടെ ഊണ് കഴിക്കാൻ ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഊണ് കഴിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ഊണ് കഴിക്കാം, നിങ്ങളെ ഫ്രഞ്ച് ഭക്ഷണമാവില്ല, വെജിറ്റേറിയൻ ആവുക. ഇയാൾക്കൊരു രസം തോന്നി. ഏതായാലും ഇവിടെ നിന്ന് തന്നെ ഊണ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂട്ടത്തിൽ ഭൂഷണിലേക്ക് ഇട്ട് ഊണൊക്കെ കഴിച്ച് അവരുടെ ആ തമിഴ് ബ്രാഹ്മണ സ്ത്രീ അവരുടെ പ്രത്യേക ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാം സാമ്പാർ വിളമ്പിയ സമയത്ത് അറിയാതെ ആ സാമ്പാറിൽ ഇത്രയും വലിയൊരു കറിവേപ്പിലയുടെ ഒരു കമ്പോട് കൂടി അയാളുടെ ഇലയിൽ വീണു. അയാളെന്നോട് പറയായിരുന്നു അയാൾക്ക് സംഭവിച്ച കാര്യങ്ങൾ. ആ ഇല മുഴുവനും വീണപ്പോഴത്തേക്ക് ഇയാൾ ഇടത്തെ കൈ കൊണ്ട് അത് എടുത്ത് ചോദിച്ചു, ഇത് എന്താ സാധനം, അറിയാതെ വല്ലതും ഭക്ഷണം പാകം ചെയ്ത സമയത്ത് വീണതാണോ എന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. ഉടനെ തന്നെ ആ സ്ത്രീ പറഞ്ഞു അത് കറിവേപ്പിലയാണ് എന്ന് പറഞ്ഞു. എന്താ ഇയാൾക്ക് മനസ്സിലായില്ല. ഇയാൾ ഉടനെ അവിടെ കൂട്ടത്തിലിരുന്നവരോട് ചോദിച്ചു എന്താ. അവർ പറഞ്ഞു ദാറ്റ് ഈസ് നോൺ ആസ് സ്വീറ്റ് നീം, ബിറ്റർ നീം ഈസ് അത് മറ്റേ ആര്യവേപ്പില, ഇത് സ്വീറ്റ് നീമാണ് കറിവേപ്പില, ഇതെന്തിനാ ഇതിലിട്ടത് എന്ന് ചോദിച്ചു. ഉടനെ അവര് പറഞ്ഞു ഇറ്റ്സ് എൻ എക്സലന്റ് ഡൈജസ്റ്റന്റ് എന്ന് പറഞ്ഞു. ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ നല്ലൊരു സാധനമാണത്. ശരിക്കും മോഡേൺ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ അറിയാം, കാർബോൺ, ആൽഫ കാർബോൺ, ബീറ്റ കാർബോൺ, നെർസിൻ തുടങ്ങിയ കുറേ കാര്യങ്ങൾ കറിവേപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ പച്ചയ്ക്ക് കഴിച്ച തൊണ്ടയൊക്കെ അത്രയും ഇതായിട്ടുള്ള സാധനം അതിനകത്തുള്ളതാണ്. ഇയാള് അത് എങ്ങനെയാണ് അതിലേക്ക് ഇടുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഭക്ഷ്യ എണ്ണ, കടുകിട്ട് ബാക്കിയുള്ളതെല്ലാം ഇട്ട് ഇത് അതിനകത്ത് ഇട്ടിട്ടാണ് ഇങ്ങോട്ട് ഇടുന്നത് എന്നെല്ലാം പറഞ്ഞപ്പോൾ ഇയാൾക്ക് വളരെ രസകരമായ ഒരു അനുഭവം തോന്നി. ആ കരിവേപ്പില ആരും കഴിക്കുന്നുമില്ല, അത് കളയുകയുമാണ്. പക്ഷെ അത് ഈ കറിയിൽ ഇട്ടിട്ടുണ്ട്. അതിട്ടതിൻ്റെ ഉദ്ദേശം എന്താ? അപ്പൊ അടുത്ത് നിന്ന് എക്സ്പ്ലനേഷൻ കിട്ടിയത് ഡൈജസ്റ്റന്റ് ആണ് എന്നുള്ളൊരു എക്സ്പ്ലനേഷനും കിട്ടി. എല്ലാം കൂടി ചേർത്ത് അയാൾക്ക് വലിയൊരു അനുഭവമായിരുന്നു. അയാൾ പറയുന്നത് എൻ്റെ ചിന്തകളെ മൊത്തം മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു ഇത് എന്നാണ്. പണ്ട് ഇതേപോലൊരു അനുഭവം ഞാൻ നിങ്ങളോട് വിവരിച്ചിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന ഒരു രാജ്യക്കാരൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയും കരിവേപ്പില കിട്ടിയ കാര്യം അയാൾ വേറൊന്നും ചെയ്തില്ല. ഇയാള് അത് വലിയ ഒരു പ്രോഗ്രാമായിട്ട് ഏറ്റെടുത്ത് നേരെ ഈ കരിവേപ്പിലയിൽ നിന്ന് അയാൾ ആയുർവേദം പഠിക്കാൻ തുടങ്ങി. ഇന്ന് ആയുർവേദത്തിൽ അയാൾ യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയായി മാറി. ഞാനിത് പറയാൻ കാരണം നമ്മളുടെ ചില വാക്കുകൾ, ചില വരികൾ, ചില സന്ദേശങ്ങൾ, ചില കഥകൾ, ചില അനുഭവങ്ങൾ, ചില ആചാരങ്ങൾ, ഇവയെല്ലാം വളരെ വ്യക്തമായിട്ട് സുസൂക്ഷ്മം ഒന്ന് പരിശോധിക്കാൻ നമുക്ക് സന്മനസ്സുണ്ടെങ്കിൽ അതിൽ നിന്ന്
പല തരത്തിലുള്ള സാധനങ്ങൾ, പ്രോഡക്റ്റുകൾ കിട്ടും, പല തരത്തിലുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയകൾ കിട്ടും, പലതരത്തിലുള്ള ഐഡിയകൾ, അതല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഉപയോഗിക്കാവുന്ന ആശയങ്ങൾ ഇത് നമുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞാൽ പാശ്ചാത്യ ലോകം ഇന്ന് ഭാരതത്തിലേക്ക് വരുന്നത് ഭാരതത്തിലെ കുത്തബ് മീനാർ കാണാനോ അതല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഗാർഡൻ കാണാനോ കോവളത്തിലെ സമുദ്രത്തിൽ പോയി ചാടാനോ മാത്രമല്ല, മറിച്ച് എന്ത് കേൾക്കുമ്പോഴും എന്ത് കാണുമ്പോഴും എന്ത് ചർച്ച ചെയ്യുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും അവർക്കെല്ലാം പുതിയ പുതിയ ആശയങ്ങൾ അവർക്ക് കിട്ടാറുണ്ട്. അമേരിക്കയിലും കാനഡയിലും പോയിട്ടുള്ളവർക്കറിയാം, അവിടെ രണ്ട് തരത്തിലുള്ള വഴികളാണ് ഉള്ളത്. ഒന്ന് സ്ട്രീറ്റ്, മറ്റൊന്ന് അവന്യൂ. അവന്യൂവും സ്ട്രീറ്റും പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോവാ. അങ്ങനെ സ്ട്രീറ്റും അവന്യൂ മാത്രമേ ഉള്ളൂ അവിടെ. ഭാരതത്തിൽ അങ്ങനെയല്ല. സ്ട്രീറ്റ് ഉണ്ട്, അവന്യൂ ഉണ്ട്, റോഡ് ഉണ്ട്, ലൈൻ ഉണ്ട്. ഇതൊന്നും കൂടാതെ മലയാളത്തിൽ നമ്മൾ പറയുന്ന മുടുക്ക ഇടവഴിയുണ്ട്. ഇടവഴിക്ക് ഇംഗ്ലീഷിൽ വാക്കില്ല. എന്താ കാരണം? അവിടെ അതില്ല. അതുകാരണം ഇടവഴിയും മുടുക്ക് വഴികളും എന്നില്ല. നമ്മൾ പലപ്പോഴും പല ഗ്രാമങ്ങളിൽ പോയാൽ ഒരാളുടെ വീട്ടിൽ കൂടെ നമ്മൾ പോകും. പല വീടുകൾക്ക് മതിലൊന്നുമില്ല, അതിൽ കൂടെ കടന്നുപോയാലൊന്നും ആരും ഒന്നും പറയാറുമില്ല. ഇതിന്റെ അർത്ഥം എന്താ? പല തരത്തിലുള്ള പല വിഭാഗത്തിൽപ്പെടുന്ന ആശയങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് ഇന്ന് സാവധാനത്തിൽ നമ്മൾ ചിന്തിക്കാതെ പ്രയോഗിക്കാതെ വരുമ്പോൾ സാവധാനത്തിൽ നഷ്ടമാകുന്നു. പക്ഷേ അത് ഇന്ന് ഉപയോഗിക്കാൻ പാശ്ചാത്യ ലോകം മുമ്പോട്ട് വരുമ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്നതിന് we are preparing for living. That is not life. Experience of living is life. ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതല്ല ജീവിതം, ജീവിച്ച അനുഭവങ്ങൾ ആസ്വദിക്കുന്നതാണ് ജീവിതം. അതുകൊണ്ട് ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഫ്രഞ്ചിൽ നിന്ന് വന്ന പ്രൊഫസർ ആയുർവേദം പഠിക്കാനുണ്ടായ കാരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു ബ്രാഹ്മണന്റെ വീട്ടില് സാമ്പാർ കഴിക്കാൻ പോയപ്പോൾ കിട്ടിയ കറിവേപ്പില ഡൈജസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ചിന്തിച്ച് അദ്ദേഹം ആയുർവേദ ശാഖയിലേക്ക് കടന്ന് ലോകമറിയപ്പെടുന്ന ഒരു വലിയ ആയുർവേദ പ്രൊഫസറായി മാറിക്കൊണ്ടിരിക്കുന്ന ആ സംഭവത്തിന് പിന്നില് ഭാരതത്തിലെ കറിയില് നമ്മൾ ഇടുന്ന ഔഷധ വീര്യമുള്ള മല്ലിയും ഉലുവയും ജീരകവും കടുകും ഇതുപോലെയുള്ള കറിവേപ്പിലയും എല്ലാമാണ്. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് നമ്മളുടെ പൈതൃകം നിത്യവും നമ്മളുടെ ജീവിതത്തിൽ അല്പമെങ്കിലും തകർത്താൻ ഈ ദിവസങ്ങളിൽ നൽകുന്ന സന്ദേശത്തിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്